ഹായ് ഗൈസ്, ഇപ്പം നമ്മളുള്ളത് ലേക്ക് ഡിസ്ട്രിക്റ്റിലാണ്. നമ്മളിവിടെ ഒരു സ്റ്റേക്കേഷന് വന്നതാണ്. ഞങ്ങളും ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരു 8 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റേക്കേഷന് വന്നതാണ്. അപ്പം വെൽക്കം ടു എൻടെയിൽസ്. സ്റ്റേക്കേഷൻ്റെ തലേ ദിവസം ഉച്ച ആയപ്പോൾ തന്നെ ഞങ്ങൾ ലണ്ടനിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ലണ്ടനിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് 7 hour ഡ്രൈവ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്റ്റേക്കേഷൻ ലൊക്കേഷനിലോട്ട്. ഞങ്ങൾ ടോട്ടൽ 8 പേരുള്ളതുകൊണ്ട് തന്നെ 2 കാറിലായിട്ടാണ് പോകുന്നത്. ഒരു കാറിൽ ഏർലി മോർണിംഗ് തന്നെ അങ്ങോട്ട് പുറപ്പെട്ടിരുന്നു. ഞങ്ങൾ 4 പേർക്കും കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളൊരു ഉച്ച ആയപ്പോഴാണ് ഇറങ്ങിയത്. 7 മണിക്കൂർ ഡ്രൈവ് ഉള്ളതുകൊണ്ട് തന്നെ വൈബാക്കി ഞങ്ങൾ പാട്ടോട് പാട്ടായി. ഫാത്തിമ ഫാത്തിമ നെഞ്ചുക്കുള്ള നീ താനെ കങ്ങൾ മുഴുതും നീ താനെ കാതലൻപത് നീയേ ഫാത്തിമ ഫാത്തിമ. ആകാശക്കോണിൽ ഒളിച്ചാലും താരമായി ഞാനെത്തും നിൻചാരേ. അഴകേ നീ ആകാശക്കോണിൽ ഒളിച്ചാലും താരമായി ഞാനെത്തും നിൻചാരേ. അങ്ങനെ ഞങ്ങൾ പാട്ട് കേട്ട് വൈബാക്കി നോർത്ത് ഇംഗ്ലണ്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോർത്തിലോട്ട് പോകുന്നതോറും സീനറിയൊക്കെ ഒരു രക്ഷയില്ല. ഫുൾ ഗ്രീനറിയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ മൊത്തത്തിൽ നല്ല ഭംഗിയാണ്. അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണാം. ഫുൾ ലാൻഡ്സ്കേപ്സ് ആണ്. കുറേ ട്രാവൽ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ നിർത്തിയ സ്ഥലമാണിത്. നല്ല ആംബിയൻസ് ഉള്ളൊരു കഫേ, നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നേരം കുറച്ച് നിർത്തി റെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിരുന്നു. മൊത്തത്തിൽ വൈബ് സ്ഥലമായിരുന്നു. പിന്നെ അവിടെ നിന്നും കുറേ പോയി നല്ല ഉള്ളിലോട്ടായിട്ട് ഒരു കൺട്രി സൈഡിലായിട്ടാണ് നമ്മുടെ കോട്ടേജ്. നല്ല വൈബായിരുന്നു ആ റൂട്ടൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേക്കേഷൻ്റെ അവിടെ എത്തി. ഇതാണ് അവിടുത്തെ ഹാള്. അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു പിയാനോ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ നേരം അതിലൊക്കെ നെക്കി കളിച്ച്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും മഴ പെയ്തിരുന്ന്. ഞങ്ങൾ പുറത്ത് ബാർബിക്യൊക്കെ സെറ്റാക്കാനായിരുന്നു പ്ലാൻ. ഈ സൈഡിലായിട്ടൊരു ബാർബിക്യൂൻ്റെ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മഴ പെയ്തത് കാരണം പറ്റിയില്ല. ഇതിൻ്റെ ഒരു ബാക്ക് യാർഡാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ പോയത് നേരെ ബാത്റൂമിലോട്ടാണ്. അവിടെ ഒരു നല്ലൊരു ജക്കൂസി ഉണ്ടായിരുന്നു. നല്ല തിളയ്ക്കുന്ന ചൂടുവെള്ളത്തിൽ. അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. ഇതിൽ കുളിക്കണം എന്ന് ഉറപ്പാക്കി. പിന്നെ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് കിടക്കുന്നത്. ഇത് മുകളിലാണ്. മുകളിൽ 3 ബെഡ്റൂം ഉണ്ട്. മുകളിൽ നോക്കിയാൽ നമുക്ക് ബാക്ക് യാർഡൊക്കെ കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന വേറൊരു ബെഡ്റൂമാണിത്. ഇതും നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും ഉണ്ടായിരുന്നു. ഇതാണ് 3rd ബെഡ്റൂമും. അതും വൺ ഓഫ് കൈൻഡ് അതേ സിമിലർ ഒരു ബെഡ്റൂം ആയിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേനും ആദ്യം വന്നവർ അവിടെ കുക്കിംഗ് ഒക്കെ ഓൾറെഡി തുടങ്ങിയിരുന്നു. നമുക്ക് രാത്രി കഴിക്കാനുള്ള ബർഗറൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഗ്രില്ല് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് നടന്നില്ല, കാരണം മഴ പെയ്തത് കാരണം. സോ നമ്മൾ ഉള്ളിൽ തന്നെ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുള്ള ഓവനിൽ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്ത് ഇന്ന് തിന്നാമെന്നുണ്ടാക്കി. അങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊക്കെ വേറെ സൈഡിൽ നമ്മൾ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ സൈഡിൽ ബർഗറും നല്ല അടിപൊളിയായിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ പോയാലും ഫുഡാണ് നമ്മുടെ മെയിൻ. ആദ്യം ഫുഡ് കഴിച്ചിട്ടേ പിന്നെ ബാക്കി എന്ത് പരിപാടിയിലോട്ടും പോവുള്ളൂ. സോ നമ്മൾ ഫുഡിനുള്ള പ്രിപ്പറേഷനാണ് ആദ്യം തന്നെ അവിടെ ചെയ്തത്. പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി എല്ലാ ഞങ്ങളുടെ ഗെയിംസും എല്ലാം സെറ്റാക്കിയത് ഫുഡിന് ശേഷമാണ്. നമ്മൾ പുറത്ത് ഔട്ട്ഡോർ ബാർബിക്യൊക്കെയാണ് പ്ലാൻ ചെയ്തതെങ്കിലും നമ്മൾ ഇൻഡോറിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഗെയിമൊക്കെ കളിച്ച്, ഫുഡ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗെയിമൊക്കെ കളിച്ച് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എണീച്ചൊന്ന് വാക്കിങ്ങിന് പോയി. നല്ല ആംബിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ നല്ല തണുപ്പുണ്ടെങ്കിലും മൊത്തത്തിൽ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കാണിക്കാൻ, നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ ഒരു വാക്കിന് ഇറങ്ങി. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് വരുന്ന വ്യൂ. അവിടെ മൊത്തം ഗ്രീനറിയാണ്. ഫുൾ വൈബാണ്.
എല്ലായിടത്തും കുറേ ഷീപ്പും ഞങ്ങളുടെ ബാക്കിൽ തന്നെയായിട്ട് കുതിരയും എല്ലാം ഉണ്ട്. ഈ വെള്ള കാണുന്നതൊക്കെ ഷീപ്പാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എണീച്ച് നേരെ ആണുങ്ങളെല്ലാവരും കൂടി നേരെ പുറത്തൊരു ഹോട്ട് ടബ് ജക്കൂസി ഉണ്ടായിരുന്നു, അതിലോട്ട് പോയി ചാടി. പിന്നെ ഫുള്ള് പാട്ടും ഒരു റിലാക്സേഷൻ വൈബായിരുന്നു. ഈ ബാക്ക് യാർഡിൻ്റെ കുറച്ച് അങ്ങോട്ടായിട്ട് കുറേ ഒരു കാട് പോലെയാണ്, അപ്പുറത്തും ഇപ്പുറത്തും വീടും കോട്ടേജും ഒക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന കോട്ടേജിൻ്റെ ബാക്ക് സൈഡ്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ 2 വേറെ കോട്ടേജ് ഉണ്ട്. ഇത് മുകളിലത്തെ റൂമിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഔട്ടർ ബാക്ക്ഗ്രൗണ്ട് മൊത്തം കാണാം. അവിടെയൊക്കെ നല്ലൊരു വ്യൂ ആണ്, നല്ല ഭംഗിയാണ്. മൊത്തത്തിൽ ഒരു കൺട്രി സൈഡ് ലുക്കാണ്. അവിടെ ഷീപ്പാ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ജക്കൂസി പോയി. അവിടെ ഫുള്ള് കുറച്ച് സോപ്പൊക്കെ നിറച്ച് നൗഷയൊക്കെ കുളിക്കുകയാണ്. ഭയങ്കര ജക്കൂസി സെറ്റ് വൈബായിരുന്നു ജക്കൂസി. പിന്നെ ഞങ്ങൾ കുളിച്ച് മാറ്റി ഒരുങ്ങി ഞാനും നൗഷയ്ക്കും കൂടി ഒന്ന് നടക്കാനിറങ്ങി, അവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ഫുള്ള് ഭയങ്കര അടിപൊളി, നല്ല തണുപ്പാണ്. ഇപ്പം സമയം എത്രയായി? 11:15. ഭയങ്കര അടിപൊളി സ്ഥലമാണ്, നല്ല തണുപ്പാണ്. ഇത് കുറച്ച് ഉള്ളിലോട്ടാണ്, നല്ല ദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ വീടൊക്കെ കണ്ടോ, വൈബാണ്. കുറേ കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത്. നമ്മളൊരു ഇതേപോലത്തെ ഒരു കോട്ടേജാണ് നമ്മൾ സ്റ്റേനെടുത്തത്. ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു വാക്കിന് വന്നതാണ്. നമ്മളിപ്പോൾ റെഡിയായി, ഇന്നത്തെ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഇന്നത്തെ പരിപാടികൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് വന്നതാണ്. ഭയങ്കര ആംബിയൻസ് ആണ്, നല്ല തണുപ്പുണ്ട്. പക്ഷെ കൊള്ളാം. കുറേ ബേർഡ്സും കുറേ അവിടേക്കൊക്കെ കുറേ ഷീപ്പും എല്ലാം ഉണ്ട്. നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അവിടെ കുറേ ഷീപ്പൊക്കെ ഉണ്ട്, അപ്പുറത്ത് കുറേ കുതിരയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഷീപ്പാണ്. ഓ, ഇവർക്കൊക്കെ സെറ്റാണ്. ഇവിടെയൊക്കെ അവിടെ കുറേ പശുവൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ഫുള്ള് പശു ഉണ്ട്, ഇവിടെ ഫുള്ള് ഷീപ്പാണ്. നല്ല തടിച്ച ഷീപ്പുകളാണ്, നല്ല തടിച്ച ഷീപ്പാണ്. ഭയങ്കര അടിപൊളിയാണ്. അവിടേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറേ ഷീപ്പുകൾ കാണാം. ഇതൊക്കെ ഷീപ്പുകളാണ്, ഈ വെള്ള കാണുന്നത്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ പശുവാണ്, കുതിരയാണ്, ഇതൊക്കെ ഷീപ്പാണ്. കുറേ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ഫീൽഡൊക്കെ ഉണ്ട്. ഭയങ്കര വൈബുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയ യെല്ലോ ഫ്ലവേഴ്സ് മൊത്തത്തിൽ പടർന്ന് കിടക്കുകയാണ്. എന്ത് ഫ്ലവേഴ്സാണെന്ന് അറിയില്ല. ഇതൊരു വേറൊരു ടൈപ്പ് ഒരു ഹോസ്റ്റലൊക്കെ പോലത്തെ ഒരു ഇതാണ്. വണ്ടി എടുക്കുന്നുണ്ട്. ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ തിരിച്ച് കോട്ടേജിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത പ്ലാൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെറിയായിട്ട് മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് വീട്ടിൽ കയറട്ടെ. അവിടെ ഒരു പട്ടിയതാ, അവിടെ കുതിര ഉണ്ട് ബാക്കിൽ. അവിടെ കുതിരൻ്റെ ഒരു ഫാമുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് വിട്ടത്. അതും ഞങ്ങൾ പ്ലാൻ ചെയ്തത് അതേപോലെ ഒരു ഒതൻറ്റിക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഫേയാണ്. പക്ഷെ ഞങ്ങൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് അവർ പറഞ്ഞു അവിടുത്തെ ബ്രഞ്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു കഫേ ആയിരുന്നു, നല്ല ഇതേപോലെ ഇതിൻ്റെ ഇടയിൽ ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു അടിപൊളി കഫേ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ കഴിക്കാൻ പറ്റിയില്ല. സോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി കാണുന്നോടത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ലേക്ക് ഡിസ്ട്രിക്റ്റിലോട്ട് വിട്ടു. അവിടെ പോകാനാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ. അങ്ങനെ വഴിയിൽ കണ്ട ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ ചെറിയ സ്നാക്കിംഗ് ഒക്കെ ചെയ്ത് അവിടുന്ന് ഇതൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ ലേക്ക് ഡിസ്ട്രിക്റ്റിലോട്ടുള്ള യാത്ര തുടർന്നു. പിന്നെ അങ്ങോട്ടുള്ള സ്ഥലമൊന്നും പറയണ്ട, അടിപൊളി. കണ്ട നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫുള്ളൊരു ഗ്രീനറി, ഒരു ലാൻഡ്സ്കേപ്പ് പിക്ചർ പോലത്തെ പ്ലേസസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ട്രാവൽ ചെയ്ത് ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി, ഒരു ലേക്ക് സൈഡിൽ നിർത്തി. ഇത് കാണുന്ന പോലെ നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് നിർത്തി കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത്. തണുപ്പാണ്.
അടിപൊളി തണുപ്പാ. പിന്നെ അവിടെ സൈഡിലുണ്ടായിരുന്ന ഷീപ്പുകളൊക്കെ നോക്കിയിരുന്ന് കുറേ ആട്ടിൻകുട്ടികളും ഉണ്ടായിരുന്ന ഐറ്റങ്ങളൊക്കെ നോക്കി നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെയും അവിടുന്ന് യാത്ര തുടർന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തു നിന്ന് ഒരു 25 മിനിറ്റ്സ് യാത്ര ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ ഇതേപോലെ വൈകിപ്പാക്കിയിട്ടാണ് പോയത്. അങ്ങോട്ട് പോകുന്നതോറും തണുപ്പ് ഇങ്ങനെ കൂടി കൂടി വന്ന് ഫുള്ള് കോടയും മഞ്ഞും നല്ല മഴ ചാറുന്നും ഉണ്ടായിരുന്നു. നമ്മളൊരു വയനാട് ട്രിപ്പ്, ഊട്ടി ട്രിപ്പ് ഒരു ആംബിയൻസ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അങ്ങനെ ഫുൾ കോടയായിരുന്നു, ഒരു ചുരം കയറുന്നൊക്കെ ഒരു ഫീലായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ ലേക്ക് ഡിസ്ട്രിക്റ്റിലെത്തി. പിന്നെ അവിടെ എത്തിയിട്ടും ഞങ്ങൾ ഡയറക്റ്റ് പോയത് ഫുഡ് കഴിക്കാനാണ്. കാരണം ഫുഡാണല്ലോ മെയിൻ. അപ്പോൾ ആദ്യത്തെവർ അവിടെ ഫുഡ് കഴിക്കാൻ കയറിയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ അവരെ കണ്ടുപിടിച്ച് ഫുഡ് കഴിക്കാവുന്ന സ്ഥലത്തിലോട്ട് പോയി. അവിടുന്ന് ഞങ്ങൾ എന്തൊക്കെയോ ഫിഷ് ആൻഡ് ചിപ്സും പിzzയും എന്തൊക്കെയോ കുറച്ച് നേരം കഴിച്ചു. അവരെ ഓൾറെഡി കഴിച്ച് കഴിഞ്ഞിരുന്നു. ഞങ്ങൾ എത്തുമ്പോഴത്തേനും ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു. ഇതാണ് ഞങ്ങൾ കയറിയ റെസ്റ്റോറൻറ്റ്. ഇത് ആ സൈഡിലായിട്ടാണ് അവരെല്ലാവരും ഇരിക്കുന്നത്. വേറൊരു ടൈപ്പ് ഓപ്പൺ റെസ്റ്റോറൻറ്റ്. ഫുഡ് കഴിച്ച് റാഹത്തായപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ബോട്ടിങ്ങിന് പോകണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ കുറച്ച് ടൈം ബാക്കി ഉണ്ടായിരുന്നു. സോ നമ്മൾ വിചാരിച്ചു അവിടെ അടുത്ത് തന്നെ ആർക്കേഡ് ഉണ്ടായിരുന്നു. സോ ആർക്കേഡ് പോയി ഗെയിം കളിക്കാമെന്ന്. അങ്ങനെ അവിടെ പോയിട്ട് ഫുള്ള് ഗെയിം കളിച്ച് കുറച്ച് നേരം ആ ടൈംസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് അത്രയും നേരം കുറച്ച് ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാനുള്ള പ്രിപ്പറേഷനായിരുന്നു. പിന്നെ ആദ്യം തന്നെ അയാൾ കുറച്ച് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തന്ന്. കാരണം നമ്മൾ സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോകണമല്ലോ. സോ അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് നമുക്കൊന്നും പേടിയില്ലായിരുന്നു. നമ്മൾ നല്ല ധൈര്യത്തിൽ അത് മുന്നോട്ട് പോയി. അവിടെ 8 പേർക്ക് പോകാനുള്ള ബോട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 പേരുള്ള 2 ബോട്ടിലായിട്ടാണ് കയറിയത്. ഞങ്ങൾ കുറേ നേരം ഒരു 1 hour ഉണ്ടായിരുന്നു ഓൾറെഡി ഞങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്ത്. ഞങ്ങൾ മാറി മാറി ഓരോരുത്തരും ഡ്രൈവ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാനും മുട്ടാനൊക്കെ പോയി കുറച്ച് നേരം അതിൽ സ്പെൻഡ് ചെയ്ത്. ഇതാണ് ഇവാനസെന്റ് ഐലൻഡിലെ ശരിക്കുള്ള ഐലൻഡ്. വിമാനം ഓടിക്കുന്ന പോലെ കെയർഫുൾ ഡ്രൈവിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി. അതും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട് കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുളിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ആരും കുളിച്ചൊന്നുമില്ല. നല്ല അത്രക്കും തണുപ്പുണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ പ്രസ്റ്റണിലോട്ടാണ് എത്തിയത്. പ്രസ്റ്റണിൽ എത്തിയപ്പോഴും മെയിൻ തിങ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ജാഫേ പോയി അവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് അത് കഴിച്ചു. പിന്നെ തൊട്ടപ്പുറത്തുള്ള അവരുടെ സെക്കൻഡ് ബ്രാഞ്ചായ ജാഫ സ്വീറ്റ്സിൽ പോയിട്ട് ബക്ലാവയും കുനാഫയും കുറേ എന്തൊക്കെയോ സ്വീറ്റ്സും ചീസ് കേക്കും ഒക്കെ കഴിച്ചു. അങ്ങനെ ഫുൾ തിന്നലായിരുന്നു ഞങ്ങളുടെ മെയിൻ തിങ്. പ്രസ്റ്റണിൽ ഈ ഒരു വീട്ടിലാണ് ഞങ്ങൾ നിന്നത്. അന്ന് രാത്രി അവിടെ സ്പെൻഡ് ചെയ്ത് പിറ്റേന്ന് പ്രസ്റ്റണും ഫുള്ള് കറങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. പ്രസ്റ്റണിൽ ഞങ്ങൾ മെയിനായിട്ട് ബീച്ചിലാണ് പോയത്. അവിടെയാണ് ഒടുക്കത്തെ കാറ്റായിരുന്നു. കാറ്റടിച്ചിട്ട് വെള്ളമൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഫുള്ള് അടിപൊളി കാറ്റായിരുന്നു. തണുക്കുന്നുണ്ടായിരുന്നു. നല്ല വെയിലത്തും നല്ല തണുപ്പുണ്ടായിരുന്നു.
എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇതേപോലെ തന്നെ അവിടെ ഒരു ആർക്കേഡ് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് കുറച്ച് നേരം ഗെയിംസ് കളിച്ച് ഫുഡൊക്കെ കഴിച്ച് പ്രസ്റ്റനിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ മാഞ്ചസ്റ്ററിലോട്ടാണ് ഇട്ടത്. മാഞ്ചസ്റ്ററിൽ നിന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 6 hours ഡ്രൈവ് ഉണ്ടല്ലോ, അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് വിട്ടുപോയത്. സോ അത്രയോളം ഞങ്ങളുടെ സ്റ്റേക്കേഷൻ വ്ലോഗ്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.